ഹായ് ഹലോ, നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നങ്ങനെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിലിട്ട് തന്നെ ബിഗിനേഴ്സിന് പോലും തയ്യാറാക്കാൻ പറ്റുന്ന എല്ലുകറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. എല്ലുകറി എന്ന് വെച്ചാൽ ബീഫിന്റെ നല്ല എല്ലും അതുപോലെ നല്ല നെയ്യുള്ള ബീഫും കൂടി ഇട്ടിട്ട് തയ്യാറാക്കുന്ന കറിയാണ്. ചോറിന്റെ കൂടെയോ കപ്പേന്റെ കൂടെയോ ഒക്കെ നമുക്ക് സൂപ്പർ കോമ്പിനേഷൻ ആണ്. അതിനായിട്ട് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്, വെല്ലുള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനാവശ്യത്തിന് എടുക്കാം. ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വലിയ സവോളയും കുഞ്ഞുള്ളി കുറച്ചധികം എടുത്തിട്ടോ. കുഞ്ഞുള്ളി ഒത്തിരി ഇട്ടാൽ ഒത്തിരി നല്ലതാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഒരു 3 പച്ചമുളകും എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നല്ലോണം നമ്മുടെ ബീഫ്, നല്ല നെയ്യുള്ള ബീഫാണ്, കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലുകറി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല നെയ്യുള്ള ബീഫാണെങ്കിലാണ് അതിന്റെ ടേസ്റ്റ് കൂടുക. അപ്പൊ നമ്മൾ 3-4 വട്ടം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൽ ചേർക്കേണ്ട പൊടികൾ നമുക്കൊരു പാത്രത്തിലോട്ട് എടുത്ത് വെക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് 2-3 ടീസ്പൂൺ മുളക് പൊടി എടുത്ത് വെക്കുക. നിങ്ങൾക്കുള്ള എരിവിന് അനുസരിച്ച് വേണം കേട്ടോ എടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ധാരാളം ഇട്ടാൽ അത്രയും ടേസ്റ്റ് ആണ്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി എടുത്തിടുന്നുണ്ട്. മഞ്ഞപ്പൊടി കുറച്ച് മാത്രം ഇതിൻ്റെ അകത്ത് ഇട്ടാൽ മതി, കാരണം നമ്മൾ ഇറച്ചി വേവിക്കുമ്പോൾ അതിന്റെ കൂടെയും നമ്മൾ മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പം ഒരുപാടായി പോവണ്ട. പിന്നെ ഞാൻ പറഞ്ഞു മല്ലിപ്പൊടി ചേർക്കുന്ന ഒരുപാട് നല്ലതാണെന്ന്. ഇറച്ചിക്കും മീനിനും മഞ്ഞപ്പൊടി കുറച്ച് കൂടുതൽ ഇടുന്നത് ടേസ്റ്റ് കൂട്ടും. എന്ന് വെച്ചിട്ട് ഒരുപാടായി പോയി കഴിഞ്ഞാൽ ചുവ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളിവിടെ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കി വെക്കണം. അതിന്റെ ഒരു പച്ചമണം എല്ലാം മാറി ഇത് കണ്ടോ, ഒരു കാപ്പി കളർ ആവുന്നത് വരെ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് കുക്കറിൽ നമ്മുടെ എല്ലും ബീഫും വെക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്, കൂടാണ്ട് കുറച്ച് കുഞ്ഞുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സവോള ഉള്ളി എല്ലാം ചേർത്ത് കൊടുക്കുക ഇപ്പൊ തന്നെ. നമ്മൾ പക്ഷെ ഇപ്പൊ ചേർക്കുന്നില്ല, അത് ലാസ്റ്റ് വഴറ്റിയിടുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ പൊടിച്ച് വറുത്ത് വെച്ച പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുന്നു. അടച്ചു വെച്ച് നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മളത് വാങ്ങിയാൽ മതി. ഇത് പൊടിയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ എല്ലാ ഭാഗത്തും പൊടി ആവാനും പിടിക്കാനും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ അത്രയും നല്ലതാണ്. അതെല്ലാം ഇറച്ചിയിൽ പിടിച്ചു കിട്ടും. നമ്മളിവിടെ ഒന്ന് ഇളക്കി കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ, റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നില്ല. അമ്മ കറിവേപ്പില എല്ലാം കഴുകി എടുത്ത് വന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയൊക്കെ ഒരുപാട് ഇടുന്നത് നല്ലതാ, നല്ല ആരോഗ്യ ഗുണങ്ങളും ഉണ്ട്, അതുപോലെ നല്ല മണവും ടേസ്റ്റും കിട്ടുകയും ചെയ്യും. അപ്പം ഇതെല്ലാം ഇട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞ് തുറക്കുമ്പോ നമ്മുടെ കറി റെഡിയാണ്. പക്ഷെ ആയില്ല, നമുക്ക് ഇതിന്റെ ടേസ്റ്റ് കൂട്ടാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ച ഉള്ളിയും കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് നന്നായിട്ട് വറുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ആണ് ഇടുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി നല്ല റെഡിയായി. വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ തന്നെ ഇട്ട് വേവിക്കാം. പക്ഷെ അതിനേക്കാളും ടേസ്റ്റ് കൂടുന്നത് ഇങ്ങനെ വറുത്തിടുമ്പോഴാണ്, കാരണം എണ്ണേന്റെ അംശമൊക്കെ കുറച്ചും കൂടി ചെല്ലുമല്ലോ. അങ്ങനെ അത് വറുത്തിട്ടു. ഇനി നമുക്ക് ഇത് ഏതിന്റെ കൂടെയാണ് കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിന്റെ കൂടെയും ഈ കറി പോവും. എല്ല് കറി, കപ്പപ്പുഴുക്കോ ചക്കപ്പുഴുക്കോ ഉണ്ടെങ്കിൽ അതാണ് സൂപ്പർ. ഇനി അതൊന്നും ഇല്ല, ചോറിന്റെ കൂടെ ആണെങ്കിലും 1 പ്ലേറ്റ് ചോറുണ്ണ ഈ കറി തന്നെ ധാരാളമാണ്. അമ്മ അതെല്ലാം വടിച്ചിടുന്നുണ്ട് കേട്ടോ. വടിച്ചിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തു. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി എന്താന്ന് വെച്ചാൽ ഇങ്ങെടുത്തോ, ചോറാണോ കപ്പയാണോ? നമ്മൾ ഈ പ്രാവശ്യം കപ്പ മേടിച്ചില്ല, അതിന് പകരം ചോറും കൂട്ടി തിന്നാന്നോർത്തു. അങ്ങനെ 1 പ്ലേറ്റ് ചോറൊക്കെ ആയിട്ട് ഞാൻ വന്നു. അമ്മ കറി വിളമ്പുന്നുണ്ട്. അപ്പൊ ഞാൻ ചോറൊക്കെ ഒന്ന് കഴിച്ചിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.